അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളുടെ ഈ ഒരു പോസ്റ്റ് ട്രൂത്ത് ഏജ് എന്ന് പറയും, സത്യാനന്തര കാലം. ഈ കാലത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത നുണകൾ മനുഷ്യർ എത്രയും വേഗം അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. സ്വന്തം പിതാവ് തന്നെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് ഒരു മകൾ പരാതി കൊടുക്കുകയാണ്. ആ പരാതി സ്വീകരിച്ച പോലീസ്, ഇത് നടന്നത് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കേരളത്തിലാണ്. ആ പിതാവ് തെറ്റുകാരനാണെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. മകളുടെ പരാതിയിൽ ഉപ്പ മകളുടെ ഗർഭത്തിന് ഉത്തരവാദിയായി എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ എല്ലാവരും കൊട്ടിഘോഷിക്കുകയാണ്. ആ ഉപ്പയുടെ വിങ്ങുന്ന മനസ്സിനെ ആരും തിരിച്ചറിഞ്ഞില്ല. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം DNA ടെസ്റ്റ് വന്നു. ആ ഉപ്പ നിരപരാധിയാണെന്ന് തെളിയുകയാണ്. മറ്റൊരാളായിരുന്നു അതിന് ഉത്തരവാദി. സ്വന്തം ഉപ്പക്കെതിരെ ഈ രൂപത്തിൽ പരാതി കൊടുക്കാൻ മാത്രം ഒരു മകളുടെ മനസ്സിന് ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളുടെ സമൂഹം എത്രമേൽ അധപ്പതനത്തിൻ്റെ അധമഭാവ തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഉപ്പ അനുഭവിച്ച വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ, ആ ഉപ്പയുടെ ഹൃദയത്തിൽ വന്നിട്ടുള്ള വല്ലാത്തൊരു വിങ്ങലുണ്ട്. ജീവിതത്തിൽ എത്രമേൽ ആ ഉപ്പ വേദനിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിനുശേഷം ആ സത്യത്തെ ലോകം അംഗീകരിക്കുകയാണ്. പക്ഷേ എത്ര ആളുകൾ ആ നുണകൾ വിശ്വസിച്ച, അല്ലെങ്കിൽ ആ ഉപ്പയെ കുറ്റക്കാരനായി വിധിച്ച ഒരു സമൂഹം, ആ സമൂഹത്തിലെ എത്ര ആളുകളുടെ കൈകളിലേക്ക് ഈ വാർത്ത എത്തിയിട്ടുണ്ടാവും? എത്ര ആളുകളുടെ കൈകളിലേക്ക് ഈ വാർത്ത ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും? ഒരിക്കലുമില്ല. പല ആളുകളും ഇപ്പോഴും ആ മനുഷ്യനെ അധപ്പതനത്തിൻ്റെ ഏറ്റവും മോശം തലത്തിൽ ജീവിച്ച ഒരാളെന്ന് മുദ്ര കുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ പുതിയ കാലം. ഇവിടെയാണ് തിരുത്തപ്പെടേണ്ടത്, തിരുത്താൻ നമ്മൾക്ക് സാധിക്കേണ്ടത്. കൃത്യമായിട്ടുള്ള അവബോധം നമ്മളുടെ മക്കൾക്ക് നമ്മൾ പകർന്നു നൽകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.